2020 ലോകകപ്പ് ബഹിഷ്കരണമടക്കമുള്ള നാടകീയ രംഗങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പിൻവാങ്ങുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ബംഗ്ലാദേശിനെ ICC ടൂർണമെൻറ്റിൽ നിന്ന് നീക്കിയതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ബഹിഷ്കരണ ഭീഷണി മുഴക്കിയത്. ലോകകപ്പ് ബഹിഷ്കരിച്ചില്ലെങ്കിലും ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്നും ഇന്ത്യക്കെതിരെ കളിക്കാനിറങ്ങിയാൽ കറുത്ത ആംബാഡ് ധരിക്കുമെന്നെല്ലാം പാകിസ്ഥാൻ്റെ ഭീഷണിയായിരുന്നു. എന്നാൽ അടുത്ത മാസം 7-ന് ആരംഭിക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കാനായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം കൊളംബിയയിലേക്ക് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതാണ് ഏറ്റവും പുതിയ വിവരം. നിലവിൽ പാകിസ്ഥാൻ T20 പരമ്പര കളിക്കുന്ന ഓസ്ട്രേലിയൻ ടീമിനൊപ്പമാണ് പാകിസ്ഥാനും ശ്രീലങ്കയിലേക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ലോകകപ്പ് ബഹിഷ്കരിച്ചാൽ ഏകദേശം 320 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസ് പാകിസ്ഥാൻ നേരിടേണ്ടി വരുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതോടെയാണ് ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുമ്പോഴും സാമ്പത്തിക പ്രഖ്യാപനങ്ങൾ ഭയന്ന് ടൂർണമെൻറ്റിൽ നിന്നും പിന്മാറണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാരും പാക് ക്രിക്കറ്റ് ബോർഡും എത്തിയത്. സൽമാൻ അലി ആഗ് നയിക്കുന്ന പാകിസ്ഥാൻ ടീം നിലവിൽ തങ്ങളുമായി പരമ്പര കളിക്കുന്ന ഓസ്ട്രേലിയൻ ടീമിനൊപ്പമായിരിക്കും കൊളംബിയയിലേക്ക് തിരിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെയുള്ള നിർണായക മത്സരം കളിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ലോകകപ്പിൽ കളിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഔദ്യോഗികമായി പാക് ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ കളിക്കുമോ എന്ന കാര്യവും പാകിസ്ഥാൻ വ്യക്തമാക്കണം.